ഈ ലോകത്തിലുള്ള എല്ലാവർക്കും സക്കാത്ത് നിർബന്ധിതമാണ്. അപ്പോൾ എന്താണ് സക്കാത്ത്? അപ്പോൾ ഒരു വർഷം നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ 2.5% നമ്മൾ ചാരിറ്റി ചെയ്യണമെന്നാണ്. അത് ഏത് രീതിയിൽ നിങ്ങൾക്ക് ചാരിറ്റി ചെയ്യാം. അത് ഒരാളുടെ ഹോസ്പിറ്റൽ ബില്ലടയ്ക്കാം, ഒരു കുട്ടിക്ക് പഠിക്കാൻ സ്കൂൾ ഫീസ് കൊടുക്കാം, ആരുടെയെങ്കിലും ഓപ്പറേഷൻ നടത്തി കൊടുക്കാം. അങ്ങനെ ഒരുപാട് ചാരിറ്റികളുണ്ട്. അപ്പം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അത് ചാരിറ്റി ചെയ്യണമെന്ന് നിർബന്ധമാണ്. ശരിക്കും സക്കാത്ത് പണം പൂഴ്ത്തി വെക്കുന്നവർക്കാണ്. അവരുടെ ചിലവെല്ലാം കഴിഞ്ഞിട്ടും കുറേ കാശ് ഇങ്ങനെ ബാങ്കിലും അവിടെ ഇവിടെയൊക്കെ പൂഴ്ത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് അനുഗ്രഹമാവുകയില്ല. അത് നിർബന്ധിതമാണ് നമ്മളത് ചാരിറ്റി ചെയ്യണമെന്ന്. ആ ക്യാഷ് നമുക്ക് നിൽക്കത്തില്ല. കാരണം നാളെ നമുക്ക് എന്ത് സംഭവിക്കുമെന്നറിയില്ല, ഇല്ലേ? ഇപ്പം തന്നെ ഒരു കോവിഡ് നമുക്ക് കണ്ണി പോലും കാണാൻ പറ്റാത്ത ഒരു ചെറിയ ഒരു അണുവിനെ നമ്മൾ എല്ലാവരും വീട്ടിനകത്ത് പേടിച്ചിരുന്നിരുന്നു. അപ്പോൾ അള്ളാഹു പണ്ട് മുതലേ ഈ ചേനയും കൊതുകിനെയും എള്ളും പേനും ഒക്കെ വെച്ചാണ് ജനങ്ങളെ പിടികൂടുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും വളരെ ദൈവത്തെ ഭയപ്പെട്ട് കഴിയുക. നമ്മളുടെ മനസാക്ഷി അനുസരിച്ച് ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് അവർക്ക് അർഹത എന്ന് തോന്നുന്നവർക്ക്, ഇപ്പോൾ വരുമാനമൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അല്ലേ? അപ്പം ദൈവം അത്ര കർക്കശക്കാരനൊന്നുമല്ല. ദൈവം വളരെ പരമകാരുണികനാണ്. നിങ്ങളുടെ അവസ്ഥകൾ എല്ലാം അള്ളാഹുവിനറിയാം. അതുകൊണ്ട് നിങ്ങൾ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ബോധിപ്പിച്ചാൽ മതി. സക്കാത്തൊക്കെ എല്ലാവരും നിങ്ങളാൽ കഴിയുന്നത്, കടമില്ലാത്തവർ, ബുദ്ധിമുട്ടില്ലാത്തവരൊക്കെ ചാരിറ്റി ചെയ്യുക.